തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ബീഹാറിൽ ഐക്യജനതാദൾ ഇന്റേണൽ സർവേയിൽ അവർ ജയിക്കാൻ സാധ്യതയുള്ളത് ആകെ 30 നിയോജക മണ്ഡലങ്ങൾ മാത്രമേയുള്ളൂ. ബാക്കി ഏത് നിയോജക മണ്ഡലം എടുത്താലും അവിടെ ജയസാധ്യത വളരെ കുറവാണ് എന്നുള്ള ആഭ്യന്തര റിപ്പോർട്ടാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് ഈ 30 സീറ്റ് പോലും ജയിക്കുമെന്ന് ഉറപ്പില്ല. ശക്തമായ ഭരണവിരുദ്ധ വികാരം ഐക്യജനതാദളിനെ താഴ്ത്തിക്കെട്ടുമെന്നും പക്ഷേ BJPക്ക് അത് പ്രതികൂലമാകുന്ന സാഹചര്യമല്ല എന്നും വിലയിരുത്തലുണ്ട്. ഐക്യജനതാദളിനെ സംബന്ധിച്ചിടത്തോളം 12 എംപിമാരാണ് ലോക്സഭയിൽ അവരുടെ പ്രതിനിധികളായി ഉള്ളത്. അതിൽ 6 അതിൽ കൂടുതലോ എംപിമാർ BJPയിലേക്ക് മാറിയാൽ അവർക്ക് ഉപതെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരില്ല. അങ്ങനെ വരുമ്പോൾ പാർട്ടി പിളർപ്പിലേക്ക് പോകും. ഐക്യജനതാദൾ രണ്ടായി പിളരുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുകയാണ്. BJPയും അതുതന്നെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. RJDക്ക് വലിയ സാധ്യതയാണ് അവിടെ കൽപ്പിക്കപ്പെടുന്നത്. അത് JDUവും മനസ്സിലാക്കുന്നുണ്ട്. RJD കോൺഗ്രസ് സഖ്യം കേവല ഭൂരിപക്ഷം നേടി അധികാരത്തിലേക്ക് വരാനുള്ള സാധ്യതകളും അവർ മനസ്സിലാക്കുന്നു. എന്നാൽ JDU ഇത്തവണത്തെ തെരഞ്ഞെടുപ്പോടുകൂടി തകർന്നടിയാൻ പോവുകയാണ്. ഇനിയൊരിക്കലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ തിരിച്ചുവരാൻ കഴിയാത്ത രീതിയിൽ നശിച്ച് നാരായക്കല്ല് തോണ്ടാൻ പോവുകയാണ് എന്ന് വ്യക്തമാവുകയാണ്.